സർ, ബംഗ്ലാദേശിൽ അമേരിക്കയുടെ CIA ഉദ്യോഗസ്ഥർ 12 പേർ, അതായത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ 12 പേർ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അത് അമേരിക്ക ആദ്യം നിഷേധിച്ചെങ്കിലും ഇപ്പോൾ സമ്മതിച്ചതായും വാർത്തകൾ വരുന്നുണ്ട്. മുൻപ് ഒരു കേണൽ ആർവിൽ ജാക്സൺ, അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ, ഇതേപോലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഒരു ഉദ്യോഗസ്ഥൻ, ഏതാണ്ട് അദ്ദേഹം റിട്ടയർ ആവാറായി എന്നൊക്കെയാണ് ഞാൻ അന്ന് വാർത്തകളിൽ അറിഞ്ഞ. അങ്ങനെ അത്രയും ആകാറായിരുന്നൊരു ഉദ്യോഗസ്ഥനാണ് മരണപ്പെട്ടത്. അതിന് നിറം പിടിപ്പിച്ച കഥകൾ ഒരുപാടുണ്ടായിരുന്നു. നമ്മളെ ചാനലിലൂടെയാണ് ആ വാർത്ത, സാറ് തന്നെയാണ് അത് പുറത്തു വിടുന്നത്. അതിന് മറ്റു ചാനലുകൾ പിന്നീട് എടുത്തന്നെ നിറം പിടിപ്പിച്ച കഥകളുണ്ട്. അത് കേട്ടാൽ തന്നെ നമുക്ക് ചിരി വരും. ആ രീതിയിലാണ് മറ്റു ചാനലുകൾ അത് ഏറ്റെടുത്ത് പറഞ്ഞത്. ഏതായാലും ഇങ്ങനെ 11 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ വാർത്തയാണ്. എന്താണ് സാർ അതിനെ സംബന്ധിച്ച് താങ്കൾക്ക് നമ്മളോട് പറയാൻ ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 31 മുതൽ ഈ ഡിസംബർ 5-ാം തീയതി വരെ ബംഗ്ലാദേശിലെ തലസ്ഥാനമായ ധാക്ക, അതുപോലെ തന്നെ ചിറ്റഗോങ്, തുറമുഖ നഗരമായ ചിറ്റഗോങ്, വാണിജ്യ കേന്ദ്രമായ കോക്സ് ബസാർ, ബംഗ്ലാദേശിന്റെ നിയന്ത്രണത്തിലുള്ള മ്യാൻമാറിന്റെയും ബംഗ്ലാദേശിന്റെയും ഇടയിലുള്ള ദ്വീപായ, അതായത് ബേ ഓഫ് ബംഗാളിലുള്ള ഒരു ദ്വീപായ സെന്റ് മാർട്ടിൻസ് ഐലൻഡ്, ഇവിടെ ഈ ഇത്രയും സ്ഥലങ്ങളിലായിട്ട് 12ഓളം അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ, അവരിൽ ചിലർ CIA ഏജന്റുമാരും ചിലർ അമേരിക്കയുടെ സൈന്യത്തിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിങ്ങിന്റെ ഉദ്യോഗസ്ഥന്മാരുമാണ്. അവര് 12ഓളം ആൾക്കാർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്ക് നമുക്ക് വിശ്വസിക്കാൻ തോന്നില്ല. കാരണം അമേരിക്കയെ പോലെ ഇത്ര ശക്തമായ ഒരു രാജ്യത്തിന്റെ ഓപ്പറേറ്റീവ്സിനെ അങ്ങനെ നിസാരമായിട്ട് കൊന്നു തള്ളാൻ പറ്റുമോ എന്ന് സംശയിക്കുന്ന ചില ആൾക്കാരെങ്കിലും കാണും. ഇപ്പോ അയ്യപ്പദാസ് പറഞ്ഞതുപോലെ കേണൽ ആർവിൽ ജാക്സൺ, അതായത് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് കേണൽ ടെറൻസ് ആർവിൽ ജാക്സൺ എന്നാണ്. ഈ കേണൽ ആർവിൽ ജാക്സൺ കൊല്ലപ്പെടുന്നത് ധാക്കയിലെ വെസ്റ്റ് എൻഡ് ഹോട്ടലിലെ റൂം നമ്പർ 808 എന്ന അദ്ദേഹത്തിന്റെ റൂമിൽ അദ്ദേഹം മരണപ്പെട്ട് കിടക്കുന്നതാണ് കണ്ടത്. അദ്ദേഹം ഓഗസ്റ്റ് 31-നാണ് മരിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ ബോഡിയൊക്കെ തിരിച്ചറിഞ്ഞത് സെപ്റ്റംബർ 2-ാം തീയതിയോ 3-ാം തീയതിയോ ആണ്. ഹോട്ടലിൽ അദ്ദേഹം പുറത്ത് വരാതെ 31-നാണ് അദ്ദേഹം അവിടെ വന്ന് റൂം എടുക്കുന്നത്. പിന്നീട് അദ്ദേഹം പുറത്തേക്ക് വരാതിരിക്കുന്ന കാരണം ഹോട്ടൽ അധികൃതർ ആ റൂം ചവിട്ടി തുറന്ന് അവിടെ കയറുമ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് ഈ മനുഷ്യൻ മരിച്ചു കിടക്കുക. ഇതിന് ഒരു പോസ്റ്റ്മോർട്ടം പോലും നടത്താൻ അമേരിക്കൻ എംബസി സമ്മതിച്ചില്ല. അവർ നേരെ ശരീരം അങ്ങ് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിനുശേഷം ഞെട്ടിപ്പിക്കുന്ന വേറൊരു വിവരം പുറത്തു വന്നു. അതായത് ഈ സെപ്റ്റംബർ 3-ന് ആ ഹോട്ടലിൽ നിന്നും പുറത്ത് കണ്ടെത്തിയത് കേണൽ ടെറൻസ് ആർവിൽ ജാക്സന്റെ മൃതദേഹം മാത്രമായിരുന്നില്ല. തൊട്ടടുത്ത റൂമിലെ 2 അമേരിക്കൻ ഉദ്യോഗസ്ഥർ തൊട്ടടുത്ത റൂമിൽ തന്നെ മരിച്ചു കിടപ്പുണ്ടായിരുന്നു. വേറൊരു ഉദ്യോഗസ്ഥൻ സ്വിമ്മിംഗ് പൂളിലും മരിച്ചു കിടപ്പുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം അവർ പറയുന്നത് ഇത് ധാക്കയിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. ഈ ഏജൻസികളുടെ വാർത്തകൾ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ അവർ പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് 7-8 അമേരിക്കക്കാരെ കൊല്ലപ്പെടുകയായിരുന്നു. ഈ 4 പേരും, ഞാനീ പറഞ്ഞ ആർവിൽ ജാക്സണ്, തൊട്ടടുത്ത റൂമിലെ 2 പേരെ, പൂളിൽ മരിച്ചു കിടന്ന ഒരാൾ, അങ്ങനെ 4 പേര് വെസ്റ്റ് എൻഡ് ഹോട്ടലിൽ. അതിനുശേഷം ഈ ചിറ്റഗോങ്ങിൽ 4 US ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു. ഈ 4 പേരും കൊല്ലപ്പെട്ടത് അത് ചിറ്റഗോങ്ങിന് ഉൾപ്രദേശത്ത് ആന്റി ടെററിസ്റ്റ് പരിശീലനം എന്ന രീതിയിൽ അമേരിക്ക ബംഗ്ലാദേശിലെ ഭടന്മാർക്കും അതുപോലെ തന്നെ അവരോടൊപ്പം പാകിസ്ഥാന്റെ ചില സൈന്യത്തിൽ ഉൾപ്പെടുന്ന ഒരു ISIയുടെ ഭടന്മാരും പിന്നീട് തുർക്കിയുടെ 3ഓളം രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും ഇവരെല്ലാം ചേർന്ന് നടക്കുന്ന ട്രെയിനിങ് ക്യാമ്പിന് നേരെ പെട്ടെന്നൊരു ആക്രമണം ഉണ്ടാകുകയാണ് ഉണ്ടായത്. അവിടെ വെച്ചാണ് ഈ 4 അമേരിക്കക്കാർ കൊല്ലപ്പെട്ടത്. അതിൽ ഈ തുർക്കിക്കാരും ഒക്കെ തന്നെ കൊല്ലപ്പെട്ടു. അവരുടെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പുറത്തു വരുന്ന ക്രമത്തിൽ നമുക്കത് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ 4 അമേരിക്കക്കാർ അവിടെ കൊല്ലപ്പെട്ടു, 4 പേര് വെസ്റ്റ് എൻഡ് ഹോട്ടലിൽ കൊല്ലപ്പെട്ടു. ഇത് ഒറ്റ രാത്രി കൊണ്ടാണ് അമേരിക്കയുടെ CIA ഒരു
സെല്ല് ആരോ ഇല്ലാതാക്കിയത്. അപ്പോൾ വളരെ കൃത്യമായ ആസൂത്രിതമായ ഒരു ഓപ്പറേഷനാണ് സെപ്റ്റംബർ 3 ബംഗ്ലാദേശിൽ നടന്നത്. അതിൻ്റെ അർത്ഥം ഇവരുടെ പുറകെ ആരോ ഉണ്ടായിരുന്നു. അതാരായിരിക്കണം എന്നുള്ള ചോദ്യം ഇപ്പോൾ വരുന്നു. ഈ അജ്ഞാതൻ ആരായിരിക്കണം? അജ്ഞാതൻ ഒരുപക്ഷെ ചൈനക്കാരനായിരിക്കാം, ചൈനീസ് രഹസ്യാന്വേഷണ ഏജൻസികളായിരിക്കാം, അജ്ഞാതർ അല്ലെങ്കിൽ റഷ്യൻ ഏജൻസികളായിരിക്കാം, അതുമല്ലെങ്കിൽ ഇനി ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആണോ? എന്തായാലും ഇന്ത്യയുടെ ഒരു സഹായമില്ലാതെ തന്ത്രപ്രധാനമായ ഒരുപാട് സഹായം നൽകാൻ ഏറ്റവും ബംഗ്ലാദേശിൽ കഴിവുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. കാരണം ഷെയ്ഖ് ഹസീന അവിടുന്ന് പോയെങ്കിലും ഈ അവാമി ലീഗ് ഇപ്പോഴും ബംഗ്ലാദേശിൽ ശക്തമായിട്ട് അതിന് പ്രവർത്തകരുണ്ട്, നേതാക്കന്മാരുണ്ട്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒരു വലിയ വിഭാഗം ആൾക്കാർ അവിടെ ഇന്ത്യ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട്. തൽക്കാലം അവർക്ക് ഭരണമില്ല എന്നുള്ളതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഏതൊരു വിദേശ രഹസ്യാന്വേഷണ ഏജൻസിക്കും കൃത്യമായി ഇൻഫർമേഷൻ കൊടുക്കാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഇങ്ങനെ ഈ നടന്നതിന് ശേഷം പിന്നീട് നവംബറിലും ഏറ്റവും ഒടുവിൽ ഡിസംബറിലും അവിടെ കൊലപാതകങ്ങൾ ആവർത്തിച്ചു. നവംബറിൽ സെന്റ് മാർട്ടിൻസ് ഐലൻഡ് എന്ന് പറയുന്ന, ഞാൻ ആദ്യമേ പറഞ്ഞു, അത് ബംഗ്ലാദേശിൻ്റെയും മ്യാൻമാറിൻ്റെയും മധ്യയുള്ള ബേ ഓഫ് ബംഗാളിലുള്ള സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ ഒരു ദ്വീപാണ്. ആ ദ്വീപിൽ അമേരിക്കയുടെ ഒരു നിരീക്ഷണ സംഘത്തിൽപ്പെട്ട ഒരു ബോട്ട് ആ ദ്വീപിൽ നോട് അടുപ്പിച്ച് അവിടെ മൂറ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു, നങ്കൂരമിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നങ്കൂരമിട്ടിരുന്ന ആ ബോട്ടിൽ ഒരു ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുകയാണ്. അതിനുശേഷം ഡിസംബറിൽ ISIയുടെ ഉന്നത ഉദ്യോഗസ്ഥനായ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ്, അദ്ദേഹം പിന്നെ ചിറ്റഗോങ്ങിലെ ഹോട്ടലിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടു. അതോടൊപ്പം അമേരിക്കയുടെ ചില ചാരന്മാരും കൊല്ലപ്പെട്ടിരുന്നു. ഇദ്ദേഹം റാഡിസൺ ഹോട്ടലിലാണ് കൊല്ലപ്പെട്ട നിലയിൽ ഇദ്ദേഹത്തിനെ കണ്ടെത്തിയത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു കൃത്യമായ ആലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വാർത്തകളിൽ നിന്നൊക്കെ വ്യക്തമാകും. കാരണം ഈ ഹോട്ടലുകളൊക്കെ തന്നെ ഹൈ സെക്യൂരിറ്റി സോണുകളിലുള്ള വളരെ കൃത്യമായ സെക്യൂരിറ്റി ഉള്ള ഹോട്ടലുകളാണ്. ഈ ഏറ്റവും ഒടുവിൽ ഡിസംബറിലെ കൊലപാതകത്തിന് ശേഷം റാഡിസണും അതുപോലെ മറ്റൊരു ഹോട്ടലും അവിടെ പൂർണ്ണമായിട്ടും സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാക്കി. അതായത് ഹോട്ടലിൻ്റെ സെക്യൂരിറ്റി അല്ല ഇപ്പോൾ അവരുടെ സെക്യൂരിറ്റി കൈകാര്യം ചെയ്യുന്നത്. വിദേശികൾ താമസിക്കുന്ന ധാക്കയിലെയും അതുപോലെ ചിറ്റഗോങ്ങിലെയും ഹോട്ടലുകൾ ഇപ്പോൾ നേരിട്ട് സൈന്യത്തിൻ്റെ ഉദ്യോഗസ്ഥരാണ് അതിൻ്റെ കാവല്, അതിൻ്റെ സെക്യൂരിറ്റി, അതായത് റൂമിലിരിക്കുന്ന ഓപ്പറേഷന് മുഴുവൻ ബംഗ്ലാദേശ് സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇവരൊക്കെ തന്നെ ബംഗ്ലാദേശിൽ എത്തിയത്, ഇപ്പോൾ കേണൽ ആർവിൽ ജാക്സൺ ഒരു കോൺട്രാക്ടർ എന്നുള്ള ഒരു അഡ്രസ്സിലാണ് അദ്ദേഹം അവിടെ എത്തിയത്. അവിടെ പിന്നീട് അദ്ദേഹം ബംഗ്ലാദേശ് സൈന്യത്തിന്, അതുപോലെ ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശിന്, അതായത് നമ്മുടെ BSF തുല്യമായിട്ടുള്ള അതിർത്തി രക്ഷാസേനയാണ് ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശ്, അവർക്കും ഭീകരവിരുദ്ധ പരിശീലനം കൊടുക്കുകയായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി എന്നാണ് അവിടെ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇവരൊക്കെ തന്നെ അമേരിക്കയിലെ ആർമിയുടെ സെർവിങ് ഓഫീസേഴ്സാണ്. അതായത് ആർമിയുടെ പേറോളിലുള്ള ഈ കേണൽ ജാക്സണ് കേണൽ റാങ്ക് ആണ് അദ്ദേഹത്തിനെങ്കിലും അദ്ദേഹത്തിൻ്റെ ബംഗ്ലാദേശിലെ ജോലി എയർബോൺ കമാൻഡിൻ്റെ ഇൻസ്പെക്ടർ ജനറലാണ് ബംഗ്ലാദേശിൻ്റെ. നിരവധി ഓപ്പറേഷനുകളിൽ പങ്കെടുത്ത് പരിചയസമ്പന്നനായ വ്യക്തിയാണ്. അപ്പോൾ നിസ്സാരക്കാരനല്ല. അദ്ദേഹത്തിനെ അങ്ങനെ കൊല്ലാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹത്തിനെ കൊന്നവരെ അത്രമാത്രം ആസൂത്രിതവും അത്രമാത്രം കൃത്യമായ നല്ല അത്യന്താധുനിക ആയുധങ്ങളുള്ളവരും കൃത്യമായ ഓപ്പറേഷനുമായി. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഇത് പുറത്തു പറയാൻ നാണക്കേടുണ്ട്. കാരണം പുറത്തു പറഞ്ഞാൽ CIA-യും ഇത്ര കൊട്ടിഘോഷിക്കപ്പെട്ട CIA-യും അമേരിക്കയുടെ US ആർമിയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിങ്ങും ഒക്കെ ഇത്ര നിസ്സാരമായിട്ട് കൊല്ലപ്പെടുന്ന ആൾക്കാരാണോ എന്നൊരു ചോദ്യം അപ്പുറത്തുണ്ടാകും. പിന്നെ ഇവരുടെ ആരുടെയും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഈ ഞാൻ പറഞ്ഞ ഏറ്റവും ഒടുവിൽ റാഡിസൺ ഹോട്ടലിൽ നിന്നും കണ്ടെത്തിയ പാകിസ്ഥാനിലെ ISIയുടെ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദിനോടൊപ്പം മരിച്ചു കിടന്ന വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പോലും ഒരു മാധ്യമങ്ങളിലും വന്നിട്ടില്ല. ഉടൻ തന്നെ അദ്ദേഹത്തിനെ ഒരു ബോഡി ബാഗിലോട്ട് മാറ്റുകയായിരുന്നു ചെയ്തതെന്നാണ്. അതായത് ഹോട്ടലിൽ
വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി മറയ്ക്കപ്പെട്ടു. ഇതൊക്കെ കാണിക്കുന്നത് ഈ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ബംഗ്ലാദേശിലെ സൈന്യത്തിനോ പോലീസിനോ നിയന്ത്രണമില്ല. ബംഗ്ലാദേശിലും അല്ലെ ധാക്കയിൽ മാത്രമല്ല, ബംഗ്ലാദേശിന്റെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായ അരാജകത്വമാണ്. ബംഗ്ലാദേശ് സർക്കാരിന് സ്വന്തം രാജ്യത്തിൽ യാതൊരു നിയന്ത്രണവുമില്ല. വിദേശ ചാര സംഘടനകൾ പരസ്പരം ഏറ്റുമുട്ടുകയും കൊലപാതകങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ സുഖമായി രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. ഇതിൽ ആരാണ് കൊലപാതകം നടത്തിയെന്നുള്ളത് ആദ്യം കൊല ചെയ്യപ്പെട്ട രാജ്യം പറയണം. ഞങ്ങളുടെ ഒരു സൈനികനെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഉദ്യോഗസ്ഥനെ കൊല്ലപ്പെട്ടു എന്ന്. അത് പറയാതിരിക്കുന്നിടത്തോളം കാലം ആരാണ് കൊല്ലപ്പെട്ടത്, ആരാണ് കൊലപ്പെടുത്തിയത് എന്ന് പറയാൻ പറ്റുന്നില്ല. എന്താണ് മോട്ടീവ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പൂർണ്ണമായ അരാജകത്വത്തിലേക്ക് ബംഗ്ലാദേശ് വീണിരിക്കുകയാണ്. വിദേശ ചാര ഏജൻസികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന, ഇപ്പൊ അമേരിക്കക്കാർ കൊല്ലപ്പെട്ടു എന്ന് ഞാൻ ഈ പറയുന്ന ചൈനക്കാർ എത്ര പേര് കൊല്ലപ്പെട്ടു എന്നുള്ളത് നാളെ ഒരുപക്ഷെ മറ്റൊരു വാർത്തകളിലൂടെ പുറത്തു വന്നു. അമേരിക്കയും ഏതായാലും അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ഇന്ത്യ തന്നെയാണോ ഇതിന്റെ പിന്നിൽ? അതും നമുക്ക് കൃത്യമായിട്ട് സംശയിക്കേണ്ടിയിരിക്കും. കാരണം ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയത് ഒരു കാരണവശാലും ഇന്ത്യക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണ്. അത് ഇന്ത്യൻ റോ പോലുള്ള ഏജൻസികൾക്ക് ഒരു അടിയും കൂടിയായിരുന്നു. കാരണം ഇങ്ങനെ ഒരു അട്ടിമറി അവിടെ ഉണ്ടാകും എന്നുള്ളത് കണ്ടെത്തുന്നതിൽ അവർക്ക് വീഴ്ച പറ്റിയത്. അത് മുൻകൂട്ടി തടയാൻ അവർക്ക് പറ്റിയില്ല. ചുരുക്കി പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ ബംഗ്ലാദേശ് കൂടുതൽ കലുഷിതമാകാനാണ് സാധ്യത. ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടന്ന് ഒരു ജനകീയ സർക്കാർ അധികാരത്തിൽ വരുന്ന പൂർണ്ണമായിട്ടും രാജ്യത്തെ ക്രമസമാധാനവും അതുപോലെ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണവും അവരുടെ കൈവശം കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ ബംഗ്ലാദേശ് വരും ദിവസങ്ങളിൽ നിരവധി ഇതുപോലുള്ള കൊലപാതക പരമ്പരകൾ ധാക്കയിലും മറ്റ് നഗരങ്ങളിലും അരങ്ങേറും. വിദേശ ബിസിനസ്സുകാർ ഉൾപ്പെടെ ഉള്ളവർ അവിടെ എത്താതാവും. ഇവരൊക്കെ തന്നെ ബിസിനസ് വിസയിലാണ് അവിടെ എത്തുന്നത്. സ്വാഭാവികമായിട്ടും മറ്റു ബിസിനസ്സുകാർ ഇവര് ചാരപ്രവർത്തനത്തിനാണ് എത്തിയതെങ്കിലും വിദേശ ബിസിനസ്സുകാരും ഇനി ബംഗ്ലാദേശിലേക്ക് എത്താൻ മടിക്കും. കാരണം ആരെപ്പോൾ എവിടെ വെച്ചാണ് കൊല്ലപ്പെടുക എന്ന് പറയാൻ പറ്റുന്നില്ല. നമ്മുടെ സമയം ഒരുപക്ഷെ തീരാറായിട്ട് ഇരിക്കാം. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ പുതിയ അറിവുകളുമായി നമുക്ക് ലഭിക്കുന്ന പ്രേക്ഷകർക്ക് അത് നമുക്ക് തീർച്ചയായിട്ടും പങ്കുവെക്കാം. എന്തായാലും ബംഗ്ലാദേശ് ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇപ്പോഴില്ല.